2024 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമകൾ ഏതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസുകളെ പറ്റി നോക്കാം. ആദ്യത്തേത് ഫോൾ ഔട്ട് എന്ന സീരീസാണ്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്ന ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ സീരീസാണ്. ഇതിന്റെ ട്രെയിലറൊക്കെ ഭയങ്കരധികം പ്രോമിസിംഗ് ആയിരുന്നു. ഏപ്രിലൊക്കെ ആയിരിക്കും ഇത് പുറത്തിറങ്ങുക ആമസോൺ പ്രൈം വീഡിയോയിലൂടെ. ദെൻ വെൽക്കം ടു ഡെറി എന്ന് പറഞ്ഞ ഒരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റീഫൻ കിങ്ങിന്റെ ഇറ്റ് എന്ന സിനിമകളുടെ ഒരു പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും. ആ ഒരു കഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ കാണിക്കുക. ദെൻ ഡെയർ ഡബിൾ ബോൺ അഗൈൻ എന്ന് പറഞ്ഞൊരു സീരീസ്, ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. പക്ഷേ നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർ ഡബിൾ പോലെ ആണോ എന്നുള്ളത് കണ്ടറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. ഫസ്റ്റ് ഡെയർ ഡബിൾ അടിപൊളിയായിരുന്നു, അതൊരു അഡൾട്ടറേറ്റഡ് സാധനമായിരുന്നു. ഇത് ചെറിയ കുട്ടികളെ പോലെ ആക്കുമെന്ന് അറിയില്ല. ദെൻ അക്വളേറ്റ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, മറ്റൊരു സ്റ്റാർ വാർ സീരീസ് ആണ്. ദെൻ എക്സ്മെൻ 97, ഇതൊരു ആനിമേറ്റഡ് സീരീസ് ആയിട്ട് പുറത്തിറങ്ങുന്ന ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സീരീസ് തന്നെയായിരിക്കും. ഡിസ്നി പ്ലസിലൂടെ ആയിരിക്കും ഇത് പുറത്തിറങ്ങുക. ദെൻ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ, ഇത് ആപ്പിൾ TV പ്ലസിലൂടെ ജനുവരി 26 പുറത്തിറങ്ങുന്ന സീരീസ് ആണ്. ഈ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എടുത്ത അതേ ടീം തന്നെയാണ് ഈ സീരീസ് എടുക്കുന്നത് എന്നതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. ദെൻ 3 ബോഡി പ്രോബ്ലംസ്, ഇത് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നുകൂടിയാണ്. ഈ വർഷം മാർച്ച് 21 ഇത് പുറത്തിറങ്ങുക. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ക്രിയേറ്റേഴ്സ് ഒരുക്കുന്ന സീരീസ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ദെൻ ഷോഗൺ എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതിന്റെ ട്രെയിലർ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. FX-ലൂടെ ആയിരിക്കും ഫെബ്രുവരി 27 ഇത് പുറത്തിറങ്ങുക. ദെൻ ഹാലോന്റെ സീസൺ 2, സീസൺ 1 അടിപൊളിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒന്നാണ് ഹാലോന്റെ സീസൺ 2. ദെൻ എക്കോ, ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സീരീസ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഓക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ജനുവരി 10 ആയിരിക്കും ഈ ഒരു സീരീസ് പുറത്തിറങ്ങുക. ദെൻ അവതാർ ദി ലാസ്റ്റ് എയർ ബെൻഡർ, ഇത് അവതാർ ദി ലാസ്റ്റ് എയർ ബെൻഡർ എന്ന ആനിമേറ്റഡ് ഷോയുടെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണ്. ഇതിനു മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ട്, പക്ഷേ ഈ സീരീസിൽ അതിലുണ്ടായിരുന്ന ഫോൾട്ടുകളൊക്കെ തന്നെ മാറ്റിയിട്ട് എടുക്കാൻ പോകുന്ന ഒരു സീരീസ് ആണെന്ന് പറയാം. ദെൻ പെൻഗ്വിൻ എന്ന് പറയുന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് DC യൂണിവേഴ്സിൽ പെടുന്ന ഒരു സീരീസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്യാരക്ടറിനെ ബാറ്റ്മാൻ എന്ന റോബർട്ട് പാറ്റിൻസൺ മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആയിട്ട് പുറത്തിറങ്ങുന്ന സീരീസ് ആയിരിക്കും. ദെൻ ഇന്ത്യൻ സീരീസുകൾ കുറച്ചെണ്ണുണ്ട്. മിർസാപൂറിന്റെ സീസൺ 3, ഫാമിലി മാന്റെ സീസൺ 3, പഞ്ചായത്തിന്റെ സീസൺ 3, ഇതൊക്കെ തന്നെ ഇറങ്ങുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒഫീഷ്യലായിട്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷേ പ്രതീക്ഷയുണ്ട് 24 പുറത്തിറങ്ങുന്നുള്ളത്. ദെൻ ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ കോപ്പ് യൂണിവേഴ്സ് ഉണ്ട് സിനിമകൾ, അതിന്റെ പാർട്ടായിട്ട് പുറത്തിറങ്ങുന്ന സീരീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ട്രെയിലറൊക്കെ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 19 ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും ഇത് പുറത്തിറങ്ങുക. ദെൻ ബോയ്സിന്റെ സീസൺ 4, ഇതിന്റെ പ്രതീക്ഷ കുറച്ചൊന്നുമല്ല, ഇടിന സാധനമാണ് ബോയ്സ്. ദെൻ ദ സിമ്പതൈസർ എന്ന് പറയുന്ന സീരീസ് HBO Maxിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതിന്റെ ട്രെയിലർ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താണ് ഇതിന്റെ പ്ലോട്ട് എന്നുള്ള ഒരു പിടുത്തില്ല, പക്ഷേ ഒരുപാട് മിസ്റ്ററീസ് നടന്നിട്ടുള്ള സാധനമാണ്. ദെൻ ട്രൂ ഡിറ്റക്റ്റീവിന്റെ ഏറ്റവും പുതിയ സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്, നൈറ്റ് കൺട്രി. ഇതുകൂടാതെ ലോർഡ് ഓഫ് ദ റിംഗ്സ് ഓഫ് പവറിന്റെ സെക്കൻഡ് സീസൺ കൂടി ഈ വർഷം പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ റിലീസ് ഡേറ്റ് പ്രതീക്ഷയുള്ള ഒന്നുകൂടിയാണ് ലോർഡ് ഓഫ് ദ റിംഗ്സിന്റെ സീസൺ 2. ദെൻ വൺ പീസിന്റെ എഗ് ഹെഡ് ആർക്ക് ഈ വർഷം തന്നെ ആയിരിക്കും പുറത്തിറങ്ങുക 2024 ജനുവരി 7 തന്നെ അതിന്റെ എപ്പിസോഡുകളിലെ റിലീസ് തുടങ്ങും. സോ വാനോ ആർക്ക് കഴിഞ്ഞു, ഇനി അടുത്ത ആർക്കിലേക്ക് നമ്മൾ കയറുകയാണ്. സോ വൺ പീസിന്റെ എൻഡിംഗ് ഒക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല. പക്ഷെ കറന്റ് റണ്ണിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആർക്ക് കൂടിയാണ് മാംഗയിൽ എഗ് ഹെഡ് ആർക്ക്. ദെൻ സോളോ ലെവലിംഗ് എന്ന് പറഞ്ഞൊരു ആനിമി കൂടി 2024 പുറത്തിറങ്ങുന്നുണ്ട്. ജനുവരി 7 തന്നെ ആയിരിക്കും ഇതും പുറത്തിറങ്ങുക. ഇത് ഒരു മാൻവേനെ ബേസ് ചെയ്തതാണ്, ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഇതും ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു ആനിമിയാണെന്ന് പറയാം. ദെൻ ഡീമോൺ സ്ലെയറിന്റെ ഹഷീറ ട്രെയിനിങ് ആർക്ക്, ഈ ഡീമോൺ സ്ലെയർ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന്റെ ഫൈനൽ ആർക്കിന് തൊട്ടുമുള്ള ഒരു ആർക്കാണിത്. ഐ തിങ്ക് ഫൈനൽ ആർക്ക് ഒരു സിനിമയായിട്ടാണ് പുറത്തിറക്കാനിരിക്കുന്നത്. 3 പാർട്ടായിട്ടുള്ള സിനിമകളായിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ഒരു ആർക്കായിരിക്കും. ഏപ്രിലായിരിക്കും ഇത് റിലീസ് ചെയ്യുക. ഓൾറെഡി ഇതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോയും കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 2024 പുറത്തിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ സാധനങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് ഡിലേ വന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്വിഡ് ഗെയിം. നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സ്ലീപ്പർ ഹിറ്റ് ആയിരുന്നു ഇത്, കാരണം ഒട്ടും പ്രതീക്ഷയില്ലാതെ വമ്പ ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനം. എന്താണ് അതിനകത്ത് റീച്ച് വരാൻ കാരണം എന്ന് പോലും അറിയില്ല. ഇതിലും നല്ലതാണ് വേണമെങ്കിൽ ആലിസ് ഇൻ ബോർഡർലാൻഡൊക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഇതിന് കിട്ടിയിട്ടുള്ള പോപ്പുലാരിറ്റി ചില്ലറങ്ങുന്നായിരുന്നില്ല. അതിന്റെ സീസൺ 2 2024 പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഫൈനലി ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ സീസൺ 2. സോ സീസൺ 1 കഴിഞ്ഞ് അവർ കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് വാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് സീസൺ 2. അത് പ്രോമിസ് ചെയ്യുന്ന ഒന്ന് തന്നെയായിരുന്നു ഇതിന്റെ ട്രെയിലറും. ഡാൻസ് ഓഫ് ഡ്രാഗൺസ് പ്രോപ്പറായിട്ട് നമുക്ക് കാണിക്കാൻ പോവുകയാണ് ഹൗസ് ഓഫ് ഡ്രാഗന്റെ സീസൺ 2. ഇതിന്റെ റിലീസ് ഡേറ്റ് സമ്മർ എന്നൊക്കെയാണ് പറഞ്ഞത്. സോ അവരുടെ സമ്മർ എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ ടു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിരിക്കും. സോ കഴിഞ്ഞ വർഷം കണ്ട പോലെ തന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും ഇതിന് റിലീസ് ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. സോ ഹൗസ് ഓഫ് ഡ്രാഗന്റെ സീസൺ 2 ഒരുപാട് പ്രതീക്ഷയുള്ള 2024 ഒരു സീരീസ് ആണെന്ന് പറയാം. സോ ഇത്രയും പുതിയതും പഴയതുമായിട്ടുള്ള സീരീസുകളാണ് അടുത്ത വർഷം ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സീരീസുകൾ. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ലിസ്റ്റിലെ സീരീസുകൾ ഏതൊക്കെയെന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.